കൗമാരത്തിലേക്ക് കടക്കുന്ന ആനകളിൽ ആദ്യമായി മദനീർ കാണപ്പെടുന്നതിനെ ബാലമുട എന്നാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ആനകളുടെ പെരുമാറ്റമനുസരിച്ചായിരിക്കും ചട്ടക്കാർ ആനയെ അഴിക്കുന്നത്. ആരോഗ്യമുള്ള ആനകളിൽ കാണപ്പെടുന്ന ഒന്നാണ് മദം. ഏകദേശം 2-3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സ്വാഭാവികമായ ഒരു ഹോർമോൺ ഇംബാലൻസ് പീരീഡ് മാത്രമാണ് ആനയ്ക്ക് അതിൻ്റെ മദപ്പാട്. കാട്ടിൽ സ്വൈരമായി വിഹരിക്കുന്ന കൊമ്പന്മാർ ഈ സമയത്ത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇതിന് കാരണം കൊമ്പന്മാർ ഏതെങ്കിലും ഒരു ആനക്കൂട്ടത്തിൽ ചെന്ന് കയറി അതിലെ പിടിയാനയുമൊത്ത് ലൈംഗിക താൽപ്പര്യങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ ഈ മദപ്പാട് നാട്ടിലെ ആനയ്ക്കാകുമ്പോൾ കാര്യമായ മാറ്റമുണ്ടാകുന്നത് അതിൻ്റെ പെരുമാറ്റത്തിലാണ്. അവിചാരിതമായി ആനയ്ക്ക് മദം പൊട്ടി അക്രമം കാണിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഏത് നാട്ടാനകളാണെങ്കിലും അവരുടെ ചട്ടക്കാർക്കോ ഉടമകൾക്കോ ആനയുടെ മദലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. കൊമ്പന്മാരിലും പിടിയാനയിലും മോഴയാനയിലും മദപ്പാട് കാണാറുണ്ട്. പൊതുവെ കൊമ്പന്മാരെക്കാൾ ശക്തിശാലിയാണ് മോഴകൾ. കൊമ്പില്ലാത്ത ആണാനകളാണ് മോഴകൾ. മദപ്പാട് സമയത്ത് കാട്ടിലെ മോഴകൾ മറ്റു കൂട്ടത്തിൽ ചെന്ന് കയറാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിനിടെ കൊമ്പന്മാരുമായിട്ടുള്ള ഫൈറ്റിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഫൈറ്റിൽ കൂടുതലും വിജയിക്കുന്നത് കൊമ്പന്മാരായിരിക്കും. അങ്ങനെ പുറത്താക്കപ്പെട്ട മോഴകളാണ് നാട്ടിലൊക്കെ വന്ന് കൂടുതൽ ആക്രമണകാരികളാകുന്നത്. കൊമ്പിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടാണ് മോഴകളും കൊമ്പന്മാരും തമ്മിലുള്ള ഫൈറ്റിൽ കൊമ്പന്മാർ വിജയിക്കുന്നതും. പുത്തൻകുളത്തെ വിക്രം എന്ന മോഴയാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള 6 ആനകളിൽ ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള വിക്രമാണ്. മദപ്പാട് സമയത്ത് ചില ആനകൾക്ക് 3 മുതൽ 6 മാസം വരെ കാലാവധി നീണ്ടു നിൽക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പുത്തൻകുളത്തെ മോദി എന്ന ആന. ആനയ്ക്ക് ഇരുവശത്തു നിന്നും മദനീര് ഒഴുകിപ്പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൻ്റെ കാലതാമസം കൊണ്ടാണ് ആനകളിൽ 6 മാസം വരെ മദപ്പാട് സമയം നീണ്ടു നിൽക്കുന്നത്. മദപ്പാട് സമയത്ത് ആനയുടെ കന്നക്കുഴിയിൽ സ്ഥിതി ചെയ്യുന്ന മദഗ്രന്ഥി വീർക്കുകയും ആ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള നനവും കാണാൻ കഴിയുന്നു. ആദ്യകാലങ്ങളിൽ വരുന്ന ദ്രാവകം മദജലമല്ല, അത് തവിട്ട് നിറത്തോട് കൂടിയതും രൂക്ഷഗന്ധവുമുള്ളതുമായിരിക്കും. ചില സമയങ്ങളിൽ ഈ കട്ടിയുള്ള ദ്രാവകം മദഗ്രന്ഥിയുടെ പുറത്തേക്കുള്ള സുഷിരത്തെ അടയ്ക്കാനും കാരണമാകുന്നു. ഈ സമയത്ത് ആനകൾ തുമ്പിക്കൈ കൊണ്ടോ കൂർത്ത വസ്തുക്കൾ കൊണ്ടോ കന്നം ചൊറിയാറുണ്ട്. മദപ്പാട് ഘട്ടത്തിൽ ആനകൾ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ താൽപ്പര്യക്കുറവ് കാണിക്കുന്നു. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഉടമസ്ഥർ ആനകൾക്ക് ഇഷ്ടഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുന്നു. കൂടുതലായും ഈന്തപ്പഴം, ചോറ്, ലേഹ്യം, തണ്ണിമത്തൻ എന്നിവയൊക്കെയാണ് ഈ സമയങ്ങളിൽ ആനയ്ക്ക് നൽകാറുള്ളത്. പുത്തൻകുളത്തെ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആനകളാണ് ഈ കാണുന്നത്. ഇഷ്ടഭക്ഷണത്തിന് പുറമെ ദിവസേന 40 കിലോഗ്രാം തണ്ണിമത്തൻ കൂടെ എല്ലാ ആനകൾക്കും നൽകാറുണ്ട്. മദപ്പാടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനനേന്ദ്രിയം വീർത്തിരിക്കുകയും സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള സമയങ്ങളിൽ മദജലത്തിൻ്റെ ഒഴുക്ക് സാവധാനത്തിലും കട്ടി കൂടിയതുമായിരിക്കും. ഈ ഘട്ടത്തിൽ ആനയ്ക്ക് സ്വയംബോധം വളരെ കുറവായിരിക്കും. ചട്ടക്കാർക്കോ ഉടമസ്ഥർക്കോ ആർക്കും തന്നെ അടുത്ത് ചെല്ലാൻ സാധിക്കില്ല. 1-ാം ചട്ടക്കാരനെ ആയിരിക്കും ആന മെയിനായിട്ടും നോട്ടമിടുന്നത്. ഒരുപക്ഷെ മുന്നിൽ ചെന്ന് പെട്ടാൽ കഥ കഴിഞ്ഞെന്ന് വരാം. ചട്ടക്കാർ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും. അതുകൊണ്ട് മദപ്പാടിൽ നിൽക്കുന്ന ആനയും പറ്റിനീരിൽ അഴിക്കുന്ന ആനയും വളരെ അപകടകാരികളാണ്. മദനീര് ഒലിച്ചു പോകാത്ത ആനകൾക്ക് പെരുമാറ്റത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മരുന്നുകൾ നൽകി മദനീര് ഒലിപ്പിക്കാറുമുണ്ട്. ഈ സമയം ആനകൾക്ക് ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പൊതുവേ ഉള്ളതിനേക്കാൾ 70% കൂടുതലായിരിക്കും. തണുപ്പുള്ള സമയത്ത് സാധാരണഗതിയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ആനകൾക്ക് ഉൾച്ചൂട് ഇളകുന്നത്. പിടിയാനകൾക്ക് കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് മദപ്പാടിൻ്റെ മണം പിടിച്ചെടുക്കാൻ സാധിക്കും.
ശരീരം വളരെയധികം ചൂടാകുന്നതിനാൽ മുഴുവൻ സമയവും ആനകൾ വെള്ളമൊഴിപ്പിച്ച് തണുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നാട്ടാനകൾക്ക് ഇതുപോലെ ചട്ടക്കാർ പുറകെ നിന്ന് മാത്രമേ വെള്ളം കൊടുക്കാറുള്ളൂ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 3 ആനകളും മദപ്പാടിലാണ്: വിക്രം, കേശവൻ, മോദി. പ്രത്യേകിച്ചും ഈ 3 ആനകൾ 1-ാം ചട്ടക്കാരെ അടുപ്പിക്കാറില്ല. ഈ വെള്ളം കൊടുക്കുന്നതും 2-ാം ചട്ടക്കാരനാണ്. അതീവ ലൈംഗിക തീക്ഷ്ണത ഉള്ള സമയങ്ങളായതുകൊണ്ട് തന്നെ ആനകൾ കൂടുതലും ആക്രമിക്കാൻ ശ്രമിക്കും. തുമ്പിക്കൈ നീട്ടി പലതിനെയും കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയും ചെവികൾ വിടർത്തി കാതോർത്ത് ശബ്ദശ്രവണത അധികമായി പ്രകടിപ്പിക്കുന്നതും കാണാറുണ്ട്. അവസാന ഘട്ടത്തിൽ മദഗ്രന്ഥിയുടെ കട്ടി കുറയുകയും നീരൊഴുക്കിൻ്റെ വേഗം കുറയുകയും മദഗ്രന്ഥി പൂർണ്ണമായും പഴയ രൂപത്തിലാവുകയും ചെയ്യുന്നു. ശേഷം വിസർജനവും പെരുമാറ്റവും സാധാരണ പോലെയാകുന്നു. നീരിൽ നിന്ന് അഴിച്ചാലും വറ്റുനീരിൻ്റെ അവസ്ഥ കുറച്ച് ദിവസം ആനയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ സമയത്തും ചട്ടക്കാർ ആനയെ ശ്രദ്ധിക്കാറുണ്ട്. പൂർണ്ണമായും ആനയുടെ ആരോഗ്യം, ശരീരം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. മദപ്പാടിൽ കൊമ്പന്മാരെയും പിടിയാനകളെയും കൊലപ്പെടുത്തുന്ന ആനകളും ഉണ്ട്. വയനാട് പുൽപ്പള്ളി ഇരുളം ഫോറസ്റ്റിൽ മനുഷ്യരോട് ഇണക്കമുള്ള ഒരു കാട്ടാന ഉണ്ടായിരുന്നു. മണിയൻ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. ഒരു രാത്രിയിൽ മദപ്പാടിലുണ്ടായിരുന്ന മറ്റൊരു കാട്ടാനയുടെ കുത്തേറ്റാണ് മണിയൻ എന്ന കാട്ടാന ചരിഞ്ഞത്. 2019 ഈ സംഭവം. കൊമ്പ് വളർന്ന് കൂട്ടുകൊമ്പായതുകൊണ്ടാണ് മണിയൻ എന്ന കാട്ടാനയ്ക്ക് ഒരു പരിധിവരെ ജീവൻ നഷ്ടമായത് എന്ന് പറയാം. ഈ കൂട്ടുകൊമ്പ് വെച്ച് മറ്റൊരു ആനയുമായി ഫൈറ്റ് ചെയ്യാൻ ഒട്ടും സാധിക്കില്ല. ഇണചേരാത്തത് കൊണ്ടാണോ ആനയ്ക്ക് മദപ്പാടുണ്ടാകുന്നതെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇണചേർന്നാലും ആനയ്ക്ക് മദപ്പാട് ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ അധികമായി ഉണ്ടാവുകയും മദപ്പാടിൽ ആനയ്ക്ക് ഇണചേരുവാനും അതുപോലെ തന്നെ ആക്രമവാസന കൂടുതലുമായിരിക്കും. കേരളത്തിൽ കൂടുതലായും നാട്ടാനകൾ ചരിയാൻ കാരണം അവയുടെ വ്യായാമക്കുറവും ഭക്ഷണ രീതിയും കൊണ്ടാണ്. പനമ്പട്ട പോലുള്ള കട്ടിയുള്ള ആഹാരവും വ്യായാമക്കുറവും കാരണമാണ് ഇരണ്ടകെട്ടെന്ന അസുഖം ബാധിക്കുന്നത്. ഈ അസുഖം ബാധിച്ചാണ് അടുത്തിടെ കേരളത്തിലെ മിക്ക നാട്ടാനകളും ചരിഞ്ഞത്. ശരാശരി 80 വർഷം വരെയൊക്കെ ആനകൾക്ക് ആയുസ്സുണ്ട്. ഉദാഹരണത്തിന് കോന്നി സോമൻ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കോട്ടൂർ സോമൻ ഏകദേശം 83 വയസ്സ് പ്രായമുണ്ട്. കാട്ടിലെ ആനകൾ ഒരു ദിവസം 100 ഇനത്തിൽപ്പെട്ട ഇലകൾ കഴിക്കുമെന്നാണ് കണക്ക്. കൂടാതെ ദിവസേന 80 കിലോമീറ്റർ സഞ്ചരിക്കുകയും ചെയ്യും. സ്ഥിരമായി പനമ്പട്ട പോലുള്ള ഇലകൾ കഴിച്ചാൽ ആനയുടെ പല്ലിന് തേയ്മാനം സംഭവിക്കുകയും കാലക്രമേണ ഭക്ഷണമെടുക്കാൻ പറ്റാത്ത അവസ്ഥയും ആയിരിക്കും. നാട്ടാനകൾക്ക് എപ്പോഴും നല്ലത് പുല്ലും പ്ലാവിലയുമൊക്കെയാണ്. കൂടുതലായും ആനകൾ മൺതറയിൽ നിൽക്കുന്നതാണ് നല്ലത്. വൃത്തിക്ക് വേണ്ടി സിമൻറ്റ് ചെയ്ത തറകളിൽ നിർത്തുമ്പോൾ ആനയ്ക്ക് കാലിൽ തണുപ്പടിക്കുകയും പാദരോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു പരിധിവരെ ആനയുടെ ജീവൻ നഷ്ടമാകാൻ ഇതൊക്കെയാണ് കാരണങ്ങൾ. ദയവായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.